യുദ്ധത്തിൽ ഒരു പരിഹാരമുണ്ടാക്കാനും പഴയതുപോലെ ആകാനുമുള്ള സാധ്യത? ഹോർമുസ് പഴയതുപോലെ തുറന്ന് പ്രവർത്തിക്കുകയും പരസ്പരം ആക്രമണം അവസാനിക്കുകയും ചെയ്യുക എന്ന് പറയുന്ന ഒരു പരിഹാര സാധ്യത, ആത്യന്തികമായ പരിഹാര സാധ്യത എത്ര അടുത്താണ് അല്ലെങ്കിൽ അകലെയാണ്? നിഷാദ്, ഇപ്പോൾ യുദ്ധം അവസാനിക്കാനുള്ള സാധ്യത കുറവാണ് എന്ന് പറയാൻ അതിൻ്റെ ഒരു ക്രോണോളജി ഒന്ന് എടുത്തു നോക്കുക. ഈ യുദ്ധത്തിൻ്റെ ഏറ്റവും അത്യാധുനികമായ ആയുധങ്ങളുമായി അമേരിക്കയും ഇസ്രായേലും ഇറാനും നേരെ വരുന്നു. ഏറ്റവും മുന്തിയ യുദ്ധക്കപ്പലുകൾ, ഏറ്റവും അത്യാധുനികമായുള്ള യുദ്ധവിമാനങ്ങൾ, വ്യോമപ്രതിരോധ സംവിധാനങ്ങൾ, ഇതെല്ലാം ആയി കടന്നു വന്ന അമേരിക്കയും ഇസ്രായേലും. പക്ഷേ ഇറാൻ്റെ കയ്യിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ആയുധം അത് പിന്നീട് നമ്മൾ കാണുന്നതാണ്, അല്ലെങ്കിൽ അത് ഉപയോഗിക്കാനുള്ളൊരു അവസരം ഒരുങ്ങുന്നതാണ് പിന്നീട് ലോകം കാണുന്നത്. അത് ഹോർമുസ് കടലിടുക്കായിരുന്നു. ഹോർമുസ് കടലിടുക്ക് ഇത്രയും പ്രധാനമായി ഇറാൻ ഉപയോഗിക്കുമെന്ന് അമേരിക്കയ്ക്കും ഇസ്രായേലും അറിയാത്തത് കൊണ്ടോ അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള അവബോധം അവർക്കില്ലാത്തത് കൊണ്ടോ ആയിരിക്കില്ല. പക്ഷേ ഇത്രയും ദീർഘമായ തരത്തിലുള്ള അല്ലെങ്കിൽ ഇതിൻ്റെ വ്യാപ്തിയോടുകൂടി ഇറാൻ ഉപയോഗിച്ചു തുടങ്ങിയതോടുകൂടി സംഭവിക്കുന്നത് മറ്റൊരു തരത്തിലുള്ള വീഴ്ചയായിരുന്നു. ഇറാനെ സംബന്ധിച്ചിടത്തോളം അവരുടെ സാമ്പത്തിക ഉപരോധം കാരണം ദീർഘനാളായി അവർക്കുണ്ടായിരുന്ന സാമ്പത്തികമായ പല പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടുന്നതാണ് പിന്നീട് നമ്മൾ കാണുന്നത്. കാരണം ഈ മേഖല സാമ്പത്തികമായി ഉപയോഗിക്കാൻ പറ്റാവുന്ന ഏറ്റവും നല്ല ഒരു ഇടമാണ് എന്ന് അവർ തിരിച്ചറിയുകയും അങ്ങനെ ട്രാൻസിറ്റ് ഫീ അടക്കം വാങ്ങിക്കൊണ്ട് ഈ മേഖലയിൽ നിന്ന് പണം വാരുകയും ചെയ്യുന്നു എന്ന് മാത്രമല്ല, അവരുടെ ഏറ്റവും അടുത്ത അനുയായികളായ അവരുടെ ചൈനയും ഇറാനും തമ്മിലുണ്ടായ കൂട്ടുകെട്ടിൻ്റെ ഒരു ഭാഗമായി തന്നെ ചൈനക്കും പലതരത്തിലുള്ള സാമ്പത്തികമായ നേട്ടങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നു. അപ്പോൾ അവരുടെ കയ്യിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ആയുധം എടുത്ത് ഉപയോഗിക്കാൻ ഇറാന് അവസരം ലഭിച്ചതോടുകൂടി പിന്നീട് ചിത്രം മാറുന്നതാണ് നമ്മൾ കാണുന്നത്. അതോടൊപ്പം പ്രത്യാക്രമണങ്ങൾ ഇറാൻ തുടരുകയും ചെയ്തിരുന്നു. അതിൻ്റെ ഭാഗമായി അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും സാമ്പത്തിക സ്ഥിതി നാൾക്കുനാൾ ശോഷിച്ചു വരികയും ചെയ്യുന്ന സാഹചര്യമുണ്ടായി. പാട്രിയറ്റ് പോലെയുള്ള വ്യോമപ്രതിരോധ സംവിധാനങ്ങൾ, അതിന് അവർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന പണം അത് ബില്യണും കടക്കുന്ന കാഴ്ചയും നമ്മൾ കണ്ടു. അങ്ങനെ ഇറാൻ സാമ്പത്തികമായി നേട്ടമുണ്ടാക്കുകയും അമേരിക്കയും ഇസ്രായേലും ഓരോ ദിവസവും സാമ്പത്തികമായി പരാധീനതയിലേക്ക് പോവുകയും ചെയ്യുന്ന ഒരു ഘട്ടത്തിലാണ് അതിൻ്റെ ഒരു ട്രെൻഡ് മാറ്റാൻ ഡൊണാൾഡ് ട്രംപും ഇസ്രായേലും വിചാരിക്കുന്നത്. അങ്ങനെയാണ് അവിടെ ഈ ഹോർമുസിലുള്ള ഇറാൻ്റെ ആധിപത്യം തകർക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി അവിടെ നിന്ന് ഒരിക്കലും പണം വാരാൻ ഇറാനും ചൈനയ്ക്കും സാധിക്കരുത് എന്ന നിലയിലാണ് അവിടെ നാവിക ഉപരോധത്തിലേക്ക് അമേരിക്ക കടക്കുന്നത്. പക്ഷേ ആ ഉപരോധത്തിലേക്ക് അമേരിക്ക കടന്ന ഘട്ടത്തിൽ പോലും പൂർണ്ണമായൊരു അറ്റാക്കിലേക്ക് പോകാനുള്ള ധൈര്യം അമേരിക്കയുടെ നാവികസേനയ്ക്ക് ഇല്ല എന്നുള്ളതാണ് ഇപ്പോഴും നമ്മൾ കാണുന്നത്. പിന്നീട് നമ്മൾ കണ്ടത് അതൊരു കടൽ യുദ്ധമായി മാറുന്നു. കടൽ യുദ്ധത്തിൽ പക്ഷേ ആര് വിജയിക്കുന്നു എന്നിടത്താണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഇപ്പോൾ കാര്യങ്ങൾ കടന്നു പോകുന്നത്. അവിടെ കപ്പലുകൾ പിടിച്ചെടുക്കാൻ വേണ്ടി അമേരിക്കയും അതേപോലെ ഇറാനും തമ്മിലുള്ള മത്സരം നടക്കുന്നു. പല കപ്പലുകളെയും അമേരിക്ക കടത്തിവിടുന്നു, പല കപ്പലുകളെയും ഇറാൻ കടത്തിവിടുന്നു എന്ന രീതിയിലേക്ക് മാറുന്നു. ഇപ്പോൾ ഏതായിരുന്നാലും ഈ ചർച്ചയുടെ ടേബിളിലേക്ക് വരുന്നത് പ്രധാനപ്പെട്ട ഒരു വിഷയമായി തന്നെ ഹോർമുസ് മാറുന്നു എന്നുള്ളതാണ് നമ്മൾ കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ ചർച്ചയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി ഈ ചർച്ച നേരിട്ട് നടക്കണമെങ്കിൽ, ഡയറക്റ്റ് ടോക്ക് നടക്കണമെങ്കിൽ ഇപ്പോൾ ഇറാൻ പറയുന്നത് ഈ ഉപരോധം പൂർണ്ണമായും അവസാനിക്കണം, നേരത്തെ എങ്ങനെയാണോ ഉണ്ടായത് അങ്ങനെ ആവണം എന്നുള്ളതാണ്. എന്നാൽ ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ഈ യുദ്ധം മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ തന്നെ ഇറാന് ഈ ഹോർമുസ് കടലിടുക്കിൽ നിന്നും ആധിപത്യമുണ്ടാക്കുന്ന സാമ്പത്തികമായും അതേപോലെ തന്നെ നയപരമായും ഡിപ്ലോമാറ്റിക് പരമായും ഇറാൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന നേട്ടങ്ങളെ ഇല്ലാതെയാക്കിയതിന് ശേഷം മാത്രം യുദ്ധം മുന്നോട്ട് കൊണ്ടുപോവുക എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. അപ്പോൾ ചുരുക്കി പറയുകയാണെങ്കിൽ അമേരിക്കയുടെ ഈ മേഖലയിലെ പ്രധാനപ്പെട്ട ലക്ഷ്യമായി ഹോർമുസിൽ നിന്നും ഇറാന്റെ ആധിപത്യം ഇല്ലാതെയാക്കുക എന്നുള്ളതിലേക്ക് ചുരുങ്ങുന്നു. അത് പ്രധാനപ്പെട്ട സംഗതിയുമാണല്ലോ. അതിൽ